നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ പ്രോട്ടോകോൾസാണ് ഇനി നോക്കാനുള്ളത്. നമ്മൾ 4th മൊഡ്യൂളിൽ ഫ്രെയിമിംഗ് കൺസെപ്റ്റ് പറഞ്ഞു. ഇനി ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾസ് ആണ് അതിന് വരുന്നത്. പിന്നെ HDLC എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളും പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളും ഉണ്ട്. ഇത് മൂന്നും ഡാറ്റ ലിങ്ക് ലെയറിലെ പ്രോട്ടോക്കോളുകളാണ്. അതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു നോട്ടാണ് ഇത്. ഹൈ ലെവൽ ഡാറ്റ ലിങ്ക് കൺട്രോൾ HDLC എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിൽ ഉപയോഗിക്കുന്നത്. പല പ്രോട്ടോക്കോളുകളുണ്ട്, അതിലൊരെണ്ണമാണ് ഇത്. ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ പ്രോട്ടോക്കോൾ ഫോർ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ദിസ് ഈസ് സിൻസ് ഇറ്റ് ഈസ് ഡാറ്റ ലിങ്ക് പ്രോട്ടോക്കോൾ. ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ഡാറ്റയ്ക്ക് പറയുന്നത് ഫ്രെയിംസ് എന്നാണ്. ഇറ്റ് ഈസ് ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. നമ്മൾ പറഞ്ഞു ബിറ്റ് ഓറിയൻറ്റഡും ബൈറ്റ് ഓറിയൻറ്റഡും പ്രോട്ടോക്കോളുണ്ട്. അതിൽ ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ് H ലെവൽ. അപ്പോൾ ബൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേറെ കാണും. ആൻഡ് ബോത്ത് പോയിൻ്റ് ടു പോയിൻ്റ് ആൻഡ് മൾട്ടി പോയിൻ്റ് കണക്ഷൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഡിവൈസ് മാത്രം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പോയിൻ്റ് ടു പോയിൻ്റ്. ഒരു സിംഗിൾ ചാനലിൽ കൂടെ നടക്കുന്നതിന് ആ ചാനൽ വേറെ ആരും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറയുന്നത്. മൾട്ടി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ കൂടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് മോർ കോമൺ ആയിട്ടുള്ളത്. രണ്ടിലും ഇത് ഉപയോഗിക്കാം. ബട്ട് ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ട്രാൻസ്ഫർ മോഡ്സ്, ഇതിൽ 2 തരം ട്രാൻസ്ഫർ മോഡ്സ് വരും. ഒന്ന് നോർമൽ റെസ്പോൺസ് മോഡും ഒന്ന് അസിൻക്രോണസ് ബാലൻസ്ഡ് മോഡ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ നോർമൽ റെസ്പോൺസ് മോഡിൽ ഹിയർ 2 ടൈപ്സ് ഓഫ് സ്റ്റേഷൻസ് ആർ ദർ. 2 ടൈപ്പ് സ്റ്റേഷൻ. അതായത് നമുക്കിപ്പോൾ 2 മൊബൈൽ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബട്ട് 2 ടൈപ്പ് സ്റ്റേഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന് പ്രൈമറി സ്റ്റേഷനും രണ്ടാമത്തേത് സെക്കൻഡറി സ്റ്റേഷൻ എന്നും പറയും. അതിൽ പ്രൈമറി സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കമാൻഡ്സ് കൊടുക്കും. സെക്കൻഡറി സ്റ്റേഷൻ അതിന് റെസ്പോണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് നോർമൽ റെസ്പോൺസ് മോഡ് എന്ന് പറയുന്നത്. അതായത് കമാൻഡ് കൊടുക്കുന്നു, റെസ്പോൺസ് ചെയ്യുന്നു. അതാണ് നോർമൽ റെസ്പോൺസ്. അപ്പോൾ ഇവൻ്റെ ഫംഗ്ഷനാലിറ്റി ഒന്നായിരിക്കും, ഇവൻ്റെ ഫംഗ്ഷനാലിറ്റി വേറൊന്നായിരിക്കും. ഇതൊരു മാസ്റ്ററും ഇതൊരു സ്ലേവും പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. 2 types of stations are there. Primary station that can send commands and secondary station that responds to received commands. It is used for both point to point and multi point. രണ്ടിലും ഉപയോഗിക്കും. രണ്ടാമത്തെ ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത് അസിൻക്രോണസ് ബാലൻസ്ഡ് ബോണ്ടാണ്. ഇതിൽ രണ്ടും ഒരേപോലത്തെയാണ്. അതായത് ഇവനും ഇവിടുന്ന് അങ്ങോട്ട് കമാൻഡ് കൊടുക്കും, ഇവൻ അതിന് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവനും കമാൻഡ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, ഇവൻ അതിന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഹിയർ ദ കോൺഫിഗറേഷൻ ഈസ് ബാലൻസ്ഡ്. അപ്പോൾ 2 സൈഡിലെയും സിസ്റ്റം ഒരേപോലെയാണ്. ഒരു മാസ്റ്റർ സ്ലേവ് അങ്ങനെ പറയാൻ പറ്റില്ല. 2 പേർക്കും ഈക്വൽ റോളാണ്. Each station can both send commands and respond to the commands. It is used only in point-to-point communication. ഇത് point-to-point communication മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഈ ചാനൽ ഇവർ രണ്ടും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് point-to-point എന്ന് പറയുന്നത്. ഇനി HDLC ഫ്രെയിം. അപ്പം ഓരോ ഫ്രെയിം നമുക്ക് പറഞ്ഞ് ഡാറ്റ ലിങ്ക് ലെയറിലെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു ചങ്ക് ഓഫ് ഡാറ്റയ്ക്ക് ഒരു ഫ്രെയിം എന്നാണ് പറയുന്നത്. ആ ഫ്രെയിം എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. HDLC ഫ്രെയിം ബിറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ഈ കൺസിസ്റ്റ് ഓഫ് 6 ഫീൽഡ്സ് ഉണ്ടാവും. ഒരു ഫ്രെയിമിൽ 6 ഫീൽഡ്സ് ഉണ്ടാവും. ദ സ്ട്രക്ചർ വേരീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ദ ഫ്രെയിം. അതിൽ മെയിനായിട്ടുള്ള ആദ്യത്തെ ഫ്ലാഗ്. ഇറ്റ് ഈസ് ആൻ 8-bit സീക്വൻസ് ദാറ്റ് മാർക്സ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഫ്രെയിം. ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം കമ്മ്യൂണിക്കേഷനിൽ ഒന്നെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത സമയത്ത് ഫുൾ 0 എന്നുള്ളതായിരിക്കും. കമ്മ്യൂണിക്കേഷൻ വയറിലാണെങ്കിൽ വയറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വയർലെസ് ആണെങ്കിൽ ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഡിവൈസിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആദ്യം ഒരു സാമ്പിൾ വെടിക്കെട്ടങ്ങ് അയക്കും. സാമ്പിൾ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ആക്ച്വൽ തുടങ്ങാൻ പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ എന്നൊക്കെ പറയുന്ന പോലെ ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ എന്ത് മനസ്സിലാവും? ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ വരാൻ പോകുന്നുണ്ട്, റെഡി ആയിരുന്നു എന്ന് മനസ്സിലാവും. അതാണ് ഫ്ലാഗ്. പിന്നെ ഉള്ളത് അഡ്രസ്സ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ റിസീവറിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഇഫ് ദ ഫ്രെയിം ഈസ് സെൻഡ് ബൈ ദ പ്രൈമറി സ്റ്റേഷൻ ഇറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ സെക്കൻഡറി സ്റ്റേഷൻ. ഇഫ് ഇറ്റ് ഈസ് സെൻഡ് ബൈ ദ സെക്കൻഡറി സ്റ്റേഷൻ ഇറ്റ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് പ്രൈമറി സ്റ്റേഷൻ. ഒബ്വിയസ് ആണ്. സെക്കൻഡറി അയക്കുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ് ചെല്ലേണ്ടതെന്നുള്ളതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ പ്രൈമറി അയക്കുകയാണെങ്കിൽ സെക്കൻഡറിയുടെ അഡ്രസ്സും, സെക്കൻഡറി അടയ്ക്കുകയാണെങ്കിൽ പ്രൈമറിയുടെ അഡ്രസ്സും ആയിരിക്കും ഉള്ളത്. ദ അഡ്രസ് ഫീൽഡ്സ് മേ ബി ഫ്രം 1 byte to several bytes. അഡ്രസ്സിൻ്റെ ലെങ്ത് വേരി ചെയ്യും. എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നോളജിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. മൂന്നാമത്തെ ഫീൽഡ് കൺട്രോൾ ഫീൽഡ്. ഇറ്റ് ഈസ് 1 or 2 byte കണ്ടെയ്നിങ് ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ഇൻഫർമേഷൻ. അതായത് എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റയൊക്കെ നമ്മൾ അഡീഷണലി വിടുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഡാറ്റകളും പിന്നെ ഫ്ലോ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫീൽഡാണ് മൂന്നാമത്തെ ഫീൽഡ്.
നാലാമത്തെ പേലോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡാറ്റയാണ്. ഈ വക കാര്യങ്ങളെല്ലാം എന്താണ്, എൻവലപ്പിന് പുറത്ത് അഡ്രസ്സിൽ എഴുതുന്ന പോലെ എഴുതുന്ന കാര്യങ്ങളാണ്. ആക്ച്വൽ ലെറ്റർ അതിനകത്തുണ്ടല്ലോ, അതാണ് നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് പേലോഡ് എന്ന് പറയുന്നത്. എല്ലാ ലെയറിലും പേലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളത്തെ ലെയറിൽ നിന്ന് അതിന് കിട്ടുന്ന ഡാറ്റയാണ്. ആ ഡാറ്റയിൽ ഇവൻ കുറേ അഡീഷണൽ കാര്യങ്ങൾ കയറ്റും. അതാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. പിന്നെ അവസാനം FCS എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. അതിന് ഫ്രെയിം ചെക്ക് സീക്വൻസ് എന്നാണ് അതിൻ്റെ പേര്. ഫ്രെയിം ചെക്ക് സീക്വൻസ് ഇത് 2 or 4 byte ഫ്രെയിം ചെക്ക് സീക്വൻസ് ഫോർ എറർ ഡിറ്റക്ഷൻ. എറർ ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് സാധാരണ CRC സൈക്ലിക് റിഡൻഡൻസി കോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം HDLC ഫ്രെയിം ഇങ്ങനെ ഇരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ഫ്രെയിം ഇരിക്കുന്നത്. ഫ്ലാഗ്, അഡ്രസ്സ്, കൺട്രോൾ, അത് കഴിഞ്ഞ് പേലോഡ് ഉണ്ടാവും. പിന്നെ FCSഉം പിന്നെ ഒരു എൻഡിങ് ഒരു ഫ്ലാഗും കൂടി ഉണ്ട്. അത് ഈ സെയിം ഫ്ലാഗാണ്. ഇത് ബൈറ്റ് ട്രാൻസ്ഫർ തീർന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗാണ് ലാസ്റ്റ് ഉള്ളത്. 1 byte ആണ് രണ്ടും. ഇനി HDLC ഫ്രെയിം തന്നെ പല ടൈപ്പിലുണ്ട്. 3 ടൈപ്പിൽ HDLC ഫ്രെയിമുകളുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് I ഫ്രെയിം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഫ്രെയിം എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യാരി യൂസർ ഡാറ്റ ഫ്രം നെറ്റ്വർക്ക് ലെയർ. യൂസർ ഡാറ്റ നെറ്റ്വർക്ക് ലെയർ എന്ന് ട്രാൻസ്ഫർ ചെയ്യും. ദേ ഓൾസോ ഇൻക്ലൂഡ് ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് പിഗ്ഗി ബാക്ക് ടു ദ ഡാറ്റ. പിഗ്ഗി ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ, അത് ഒരു ഡാറ്റ ഒരു എൻവലപ്പ് ഇവിടുന്ന് സെൻഡ് ചെയ്യുകയാണ് എങ്കിൽ ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അഡീഷണൽ ആയിട്ട് ഒരു ഡാറ്റയും കൂടെ, ആക്ച്വൽ ഡാറ്റ കൂടാതെ വേറെ ഒരെണ്ണം കൂടെ അതിൻ്റെ കൂടെ കയറ്റി വിടുന്നതിനാണ് പിഗ്ഗി ബാക്കിംഗ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ബിറ്റ് ഓഫ് കൺട്രോൾ ഫീൽഡ് ഇൻഫർമേഷൻ I ഫ്രെയിം ഈസ് 0. ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും I ഫ്രെയിം ആണെങ്കിൽ. ഇത് ഇൻഫർമേഷൻ ഫ്രെയിമാണ്. രണ്ടാമത്തേത് ഇതിനകത്ത് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്, ഡാറ്റ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തേത് സൂപ്പർവൈസറി ഫ്രെയിമാണ്. ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ. അതിൽ ഇൻഫർമേഷൻ ഒന്നും കാണില്ല. ഫ്ലോയും എറർ കൺട്രോൾക്കും ഒക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിഗ്ഗി ബാക്കിംഗ് ആയിട്ട് മറ്റേതിൻ്റെ കൂടെ ആയിരിക്കും, മറ്റെന്തെങ്കിലും ഡാറ്റയുടെ കൂടെ ആയിരിക്കും ഈ സാധനം വിടുന്നത്. ദ ഫസ്റ്റ് 2 bits ഓഫ് ദ കൺട്രോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ I ഫ്രെയിം ആണ് 0 ആണ്. അപ്പോൾ അതല്ലാത്ത എല്ലാത്തിനും 1 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് 1 ആണ്, രണ്ടാമത്തെ ബിറ്റ് 0 ആയിരിക്കും S ഫ്രെയിമിന്. ഇനി U ഫ്രെയിം എന്ന് പറഞ്ഞാൽ അൺനമ്പേർഡ് ഫ്രെയിംസ് ആർ യൂസ്ഡ് ഫോർ മെർമെയ്ഡ് മിസ്സലേനിയസ് ഫങ്ഷൻസ്. അതെന്തെങ്കിലുമൊക്കെ പ്രത്യേകം ഒരു നെറ്റ്വർക്കിന് ആവശ്യമായ പ്രത്യേക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. ലിങ്ക് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇതിൻ്റെ കേസിൽ ആദ്യത്തെ ബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് 0 ആണ്, I ഫ്രെയിം ആയി പോകും. അതുകൊണ്ട് ആദ്യത്തെ ബിറ്റ് 1 ആകാൻ പറ്റുള്ളൂ. ബാക്കി രണ്ട് കേസിലും അത് 1 ആണ്. രണ്ടാമത്തെ ബിറ്റ് 0 ആണെങ്കിൽ അത് S ഫ്രെയിമും, രണ്ടാമത്തെ ബിറ്റ് 1 ആണെങ്കിൽ അത് U ഫ്രെയിമും ആണ്. അപ്പോൾ I ഫ്രെയിം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഡാറ്റ ഉണ്ടാകും. S ഫ്രെയിം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഈ പറഞ്ഞ പേലോഡ് ഉണ്ടാകത്തില്ല, കൺട്രോൾ FCS ബാക്കി എല്ലാ സാധനവും ഉണ്ടാവുള്ളൂ. U ഫ്രെയിം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, നമ്മുടെ ലിങ്ക് സെറ്റപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡാറ്റ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലാതെ ആക്ച്വൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത്രയാണ് HDLC എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ വരുന്ന ഈ HDLC ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾസ് രണ്ടെണ്ണമാണ്, HDLCയും പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളും. അതിൽ HDLC ആണ് നമ്മൾ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോൾ ഇസ് എ കമ്മ്യൂണിക്കേഷൻ. മറ്റേതെന്ന് പറഞ്ഞാൽ HDLC പ്രോട്ടോക്കോൾ നമ്മൾ പറഞ്ഞു പോയിൻ്റ് ടു പോയിൻറ്റിലും മൾട്ടി പോയിൻറ്റിലും ഉപയോഗിക്കാം. പക്ഷേ പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പോയിൻ്റ് ടു പോയിൻറ്റിൽ മാത്രമേ ഉപയോഗിക്കാം, പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇസ് എ കണക്ഷൻ പ്രോട്ടോക്കോൾ ദ ഡാറ്റ ലിങ്ക് ലെയർ ദാറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ബിറ്റ്വീൻ 2 ഡയറക്ട്ലി കണക്റ്റഡ് പോയിൻ്റ് ടു പോയിൻ്റ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. സർവീസ് പ്രൊവൈഡഡ് ബൈ ദ PPP എന്ന് പറയുന്നത്, ഈ PPP എന്ന് പറയുന്നത് PSCക്ക് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ഉദ്ദേശിക്കുന്ന ജനറൽ സെക്ഷനിലാണ് ചോദിക്കുന്നതെങ്കിൽ PPP എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സർക്കാരും പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൂടി സംയുക്തമായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിന് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഈ PPP അതല്ല, ഇത് കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോൾ PPP എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടു പോയിൻ്റ് പ്രോട്ടോക്കോളാണ് കേട്ടോ. The main service provided by point-to-point protocols are frame format ഡിഫൈൻ ചെയ്യും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇത് എന്തിനാ ഇങ്ങനെ ഈ ഫ്രെയിം ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്? കാരണം റിസീവർ എൻഡിൽ അവനറിയാം ഫ്രെയിം ഇങ്ങനെയാണ്, ഓക്കെ ആദ്യത്തെ ബൈറ്റ് ഇതായിരിക്കും, പിന്നെ വരുന്നത് അഡ്രസ്സ് ആയിരിക്കും, അത് കഴിഞ്ഞ് വരുന്നത് കൺട്രോൾ ആയിരിക്കും എന്നവൻ അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും തമ്മിൽ എഗ്രിമെൻ്റ് എത്തുന്നത്. അപ്പോൾ ഫ്രെയിം ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യും. കണക്ഷൻ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ എത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും തമ്മിൽ എങ്ങനെ കണക്ഷൻ എത്തുമെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ
പിന്നെ എൻക്യാപ്സുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ഡാറ്റേനെ എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ എങ്ങനെയാണ് ഡാറ്റ ലിങ്ക് ലെയർ എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത്. എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കവറിനകത്താക്കുക, ഒരു ഫോർമാറ്റിലാക്കുക, പുറത്തുനിന്ന് നോക്കി ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നുള്ളതാണ് എൻക്യാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിങ് ഒതൻറ്റിക്കേഷൻ ട്രൂ ഫോൾസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഞാൻ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന സെർവർ തന്നെയാണോ എത്തുന്നത്, അതോ എന്നെ ആരെങ്കിലും പറ്റിക്കുവാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യവും. പിന്നെ പ്രൊവൈഡിങ് അഡ്രസ് ഫോർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനായിട്ട് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് PPP പ്രോട്ടോക്കോൾ ചെയ്യുന്നത്. PPP ഫ്രെയിം, PPPയുടെ ഫ്രെയിം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ മുമ്പത്തേതുപോലെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇറ്റ്സ് എ ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. ഇത് ബൈറ്റ് ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളാണ്. നേരത്തേത് ബിറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. വിത്ത് ഈച്ച് ഫീൽഡ് ദ ഫ്രെയിം ഈസ് കമ്പോസ്ഡ് ഓഫ് 1 or more bytes. ദ ഫീൽഡ് ഓഫ് ദ PPP ഫ്രെയിം ആർ 1 byte that marks the beginning and end of the frame. A bit pattern of the, അത് ഫ്ലാഗ് മറ്റേതിലെ പോലെ തന്നെയാണ്, സെയിം ആണ്, തുടക്കം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അഡ്രസ് 1 byte വിച്ച് ഈസ് സെറ്റ്, ബ്രോഡ്കാസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ 1 byteൽ 8 ബിറ്റുകളായിരിക്കും ഉണ്ടാവുക. കൺട്രോൾ എന്ന് പറയുന്നത് 1 byte സെറ്റ് ടു എ കോൺസ്റ്റൻറ്റ് വാല്യൂ. കൺട്രോൾ ബിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മറ്റേതിൽ അത് വ്യത്യാസമൊക്കെ വരായിരുന്നു. പ്രോട്ടോകോൾ ഇത് 1 or 2 byte that define the data contained in the payload field. അതിൽ ഡാറ്റയിൽ നമ്മുടെ പേലോഡ്, അതായത് നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്താണെന്നുള്ള ഒരു മെറ്റാ ഡാറ്റ പോലെയുള്ള കാര്യമാണ്, അത് എന്താണെന്നുള്ളതാണ് അതിനകത്തുള്ളത്. പിന്നെയുള്ള പേലോഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്, അത് നമുക്കറിയാം. ആ ആക്ച്വൽ മെയിലിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഫുള്ള് വെച്ചേക്കുന്നതിനാണ് പേലോഡ് എന്ന് പറയുന്നത്. അത് മാക്സിമം 1500 ബൈറ്റേ പറ്റത്തുള്ളൂ. 1500 കൂടുതലുണ്ടെങ്കിൽ ഇതിനെ 2 ഫ്രെയിമായിട്ട് ബ്രേക്ക് ചെയ്യും. പിന്നെ മറ്റേതിലുള്ള പോലെ തന്നെ FCS ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ 1 byte ആണ്, അല്ല 2 or 4 byte ആണ്. മറ്റേതിലുള്ള പോലെ തന്നെ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സൈക്ലിക് റിഡൻഡൻസി ചെക്കാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രെയിം സ്ട്രക്ചർ പോകുന്നത്. ഇനി ബൈറ്റ് സ്റ്റഫിംഗ് ഇൻ PPP ഫ്രെയിം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഡാറ്റ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ അതല്ല. അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ 01101 എന്ന് പറയുന്ന ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ഈ സെൻഡ് ചെയ്യുന്നതിലൊരു സ്റ്റാർട്ടിംഗ് ഫ്ലാഗും ഒരു എൻഡിങ് ഫ്ലാഗും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്റ്റാർട്ടിംഗ് ഫ്ലാഗും എൻഡിങ് ഫ്ലാഗിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ എന്താ എൻഡിങ് ഫ്ലാഗിൻ്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എൻഡിങ് ഫ്ലാഗ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആക്ച്വൽ ഡാറ്റ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടിയതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഒരു സീക്വൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് കണ്ടാൽ ഇവൻ എന്ത് വിചാരിക്കും, ഡാറ്റ അവിടെ വെച്ച് തീർന്നു എന്ന് അവൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ തീർന്നു എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്കേപ്പ് സീക്വൻസ് കൊടുക്കും. നിങ്ങൾ C പ്രോഗ്രാമിംഗ് പഠിക്കുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചപ്പോൾ /n എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊടുത്തു. അതെന്താണ്, ആ n എന്ന് പറയുന്നത് ന്യൂ ലൈന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ n എന്ന് പറയുന്നത് സാധാരണ n അല്ല, ഒരു സ്പെഷ്യൽ n ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഒരു സ്ലാഷ് ഇടും. ആ സ്ലാഷിന് ഒരു എസ്കേപ്പ് സീക്വൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ ടാബ് കിട്ടാൻ വേണ്ടി /t ഇടും. ആ ടിയുടെ അർത്ഥം വേറെയാണ്, അതിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു കാര്യത്തിനാണ് എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഡാറ്റ വന്നാൽ അതിന് മുമ്പ് ഇവൻ എന്ത് ആഡ് ചെയ്യും, ഒരു പർട്ടിക്കുലർ ബിറ്റ് പാറ്റേൺ എസ്കേപ്പ് ബൈറ്റ് ഈ ഒരു ഫോർമാറ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു എൻഡിങ് ഫ്ലാഗിൻ്റെ രീതിയിൽ ഒരു ഡാറ്റ നമ്മുടെ പേലോഡിനകത്ത് വന്നാൽ അതിന് മുമ്പ് ഈ ഡാറ്റ ഇടും. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് ശേഷമാണ് ഇത് വരുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഇത് ആക്ച്വൽ എൻഡിങ് അല്ല, ഇത് ഡാറ്റയിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാവും. അപ്പം റീഡ് ചെയ്യുന്നവൻ എന്ത് ചെയ്യും, റീഡ് ചെയ്യുന്നവൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മറ്റേത് ആക്ച്വൽ ഫ്രെയിമാണ്, ഫ്രെയിം കഴിഞ്ഞിട്ടില്ല, ഫ്ലാഗ് അല്ല, ബാക്കിയും കൂടെ റീഡ് ചെയ്ത് അവനങ്ങ് പോകും. അപ്പോൾ എസ്കേപ്പ് ബൈറ്റ് ഈസ് സ്റ്റഫ്ഡ് ബിഫോർ എവറി ബൈറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സെയിം ബൈറ്റ് ആസ് ദ ഫ്ലാഗ് ബൈറ്റ്. ഫ്ലാഗ് ബൈറ്റ് ഉള്ള പോലത്തെ ബൈറ്റ് ഇതിനകത്ത് വന്നാൽ അതിന് മുമ്പ് അത് എൻഡിങ് അല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ആഡ് ചെയ്യുന്നതിനാണ് ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ മൊഡ്യൂളിലുള്ള. ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സബായിട്ട് 3 ടോപ്പിക്കുകളുണ്ട്. റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. അതിനകത്ത് അലോഹ, CSMA and CSMA CD, ഇത് 3 കുറച്ച് വായിച്ച് എളുപ്പമുള്ളതാണ്. ഒന്ന് വായിച്ച് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട് ഞാൻ മൂഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് വായിച്ച് നോക്കുക, ഒന്ന് പഠിച്ചോളുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുകൊണ്ട് നമ്മൾ ഏകദേശം 4th മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.